ഹലോ ഗൈസ്, അപ്പോൾ ബീഫും പൊറോട്ട എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു വികാരമാണല്ലേ. അപ്പോൾ ഒരു അടിപൊളി ബീഫ് ഫ്രൈഡ് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബീഫ് കഴുകി നന്നായി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുക്കറിൽ ഒരു 2 വിസിൽ കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് നമ്മൾ ബാക്കി കുക്കിങ്. അപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ചുവന്നുള്ളി കേട്ടോ, പിന്നെ തക്കാളി, കറിവേപ്പില, ഉപ്പ്, അതൊക്കെ ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരു 2 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അതൊന്ന് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. പിന്നെ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ തക്കാളി, സവാള നന്നായി വഴണ്ടതിന് ശേഷമാണ് കേട്ടോ തക്കാളി ചേർത്തത്. പിന്നെ നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള ജിഞ്ചർ ഗാർലിക്കും അതുപോലെ ഗ്രീൻ ചില്ലിയുമാണ് കേട്ടോ. പേസ്റ്റ് ആക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. പിന്നെ നമ്മളിതാ സ്പൈസസൊക്കെ ആഡ് ചെയ്യാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് പെപ്പർ പൗഡർ, അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കറിവേപ്പില. അങ്ങനെ നമ്മുടെ ആ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല സ്ലോ കുക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ വിറകടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ബീഫ് ഈ ഒരു ലെവലായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടാവും. നല്ല പൊറോട്ടയുടെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.